everyone, welcome to Jaifys kitchen. This is Jaify Simon from Jaifys kitchen. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ അധികം സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ദം ബിരിയാണി എന്നത് അല്പം ലെങ്തി പ്രോസസ്സ് ആണെങ്കിലും ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ദം ബിരിയാണിയുടെ ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയും. സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. കപ്പ് കൈമ റൈസ് നല്ലപോലെ കഴുകിയ ശേഷം 15 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക. ശേഷം ഒരു സ്ട്രെയിനറിൽ വെള്ളം വലാൻ വയ്ക്കുക. 7 കപ്പ് എന്നത് കിലോഗ്രാമിൽ 1 കിലോയും 300 ഗ്രാമും ഉണ്ട്. ചിക്കൻ നല്ലപോലെ കഴുകി വെള്ളം വലാൻ വയ്ക്കുക. ഇവിടെ 2 കിലോയും 800 ഗ്രാം ചിക്കനുമാണ് എടുത്തിരിക്കുന്നത്. റൈസ് എടുക്കുന്നതിൻ്റെ ഇരട്ടിയിൽ കുറവ് ചിക്കൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ 1 കിലോ 300 ഗ്രാം അരിക്ക് 2 കിലോ 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ മസാല നമുക്ക് റെഡിയാക്കാം. അതിനായി ചൂട് കട്ടിയുള്ള പാത്രത്തിൽ 5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി 12 സവോള നീളത്തിൽ അരിഞ്ഞത്, 14 പച്ചമുളക് കീറിയതും 12 ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് 5 മിനിറ്റ് വഴറ്റുക. കോക്കനട്ട് ഓയിലോ റിഫൈൻഡ് ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശേഷം 4 കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇവ മിക്സിയുടെ ജാറിൽ അരച്ച ശേഷം അതും കൂടി ചേർത്ത് 5 മിനിറ്റ് വഴറ്റുക. 7 തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അല്പം ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. നന്നായി കുക്കായ ശേഷം 6 ടീസ്പൂൺ ചിക്കൻ മസാല, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഇളക്കി 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒന്ന് തിളച്ച ശേഷം 1.5 കപ്പ് മല്ലിയില അരിഞ്ഞത്, പാകത്തിന് ഉപ്പ് ഇവ കൂടി ചേർത്ത് വേവിക്കുക. മല്ലിയിലയും ഉപ്പും ചേർക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായതാണ്, എല്ലാവരും ക്ഷമിക്കുമല്ലോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ നെയ്ച്ചോറ് റെഡിയാക്കാം. അതിനായി ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാൽഡ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് ചൂടാക്കുക. ബിരിയാണിക്ക് ആവശ്യമായ ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്സ്, ഒരു സവാള നേരിയതായി നീളത്തിൽ അരിഞ്ഞത് എന്നിവ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വറുത്തു കോരുക. സെയിം എണ്ണയിലേക്ക് 2 ടീസ്പൂൺ മസാല ജീരകം, 8 ഗ്രാമ്പു, 2 ടീസ്പൂൺ കുരുമുളക്, 8 ഏലക്ക, മീഡിയം സൈസ് പട്ട, 2 തക്കോളം, 3 ബേ ലീഫ് എന്നിവയിട്ട് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് ഒരു സവോള നേരിയതായി അരിഞ്ഞത് ചേർത്ത് 2 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് അരി ചേർത്ത് ചൂടാക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അരി നല്ലപോലെ ഡ്രൈ ആയി ഒരു അരി മറ്റൊരു അരിയിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നതാണ് ഇതിൻ്റെ പാകം. അരി ചൂടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. 1 കപ്പിന് 1.5 കപ്പ് എന്ന കണക്ക് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് വേണം തിളപ്പിക്കാൻ. ഇവിടെ 7 കപ്പ് റൈസിന് 11 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പാത്രം അടച്ചു വെച്ച് വെള്ളം തിളപ്പിക്കുക. അരി വിട്ടുവരുന്ന പാകമാകുമ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പുമാവിന് ചേർക്കുന്ന പോലെ ഉപ്പ് അല്പം കൂടി നിൽക്കണം. നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ട് സ്റ്റീം ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ 50% കുക്കായിട്ടുണ്ടാകും. ഇതിലേക്ക് 3 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ നെയ്ച്ചോറ് ദം വയ്ക്കാൻ റെഡിയായിട്ടുണ്ടാകും. റൈസ് ബോയിലായ ശേഷം 25 മിനിറ്റാണ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ എടുത്ത സമയം. വേവിച്ചെടുത്ത നെയ്ച്ചോറും മസാലയും കൂടി 5 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അല്പം നെയ്യ് തടകി എടുക്കുക.
രണ്ട് രീതിയിൽ നമുക്ക് ലെയർ എടുക്കാം. അതിലൊരു രീതി ആദ്യം മസാലകളെല്ലാം ഒരുമിച്ചിട്ട് അതിന് മുകളിൽ റൈസ് മുഴുവനായി ഇട്ട് നെയ്യ് വിതറി ദം ചെയ്യുന്ന രീതി. ആകെ 2 ലെയറാണ് ഈ രീതിയിൽ ഉണ്ടായിരിക്കുക. ഈ രീതിയാണ് കല്യാണ വീടുകളിലെല്ലാം കൂടുതലായി കണ്ടുവരുന്നത്. നെയ്യുടെ അളവ് കുറയ്ക്കാനും റൈസ് മാത്രമായോ മസാല മാത്രമായോ സെർവ് ചെയ്യാനുമൊക്കെ ഈ രീതിയാണ് നല്ലത്. രണ്ടാമത്തെ ദം വയ്ക്കുന്ന മെത്തേഡിൽ റൈസും മസാലയും 2-3 ലെയറാക്കിയിട്ട് നെയ്യ് വിതറി ദം വയ്ക്കാം. അതായത് ആദ്യം കുറച്ച് മസാലയിട്ട് അതിന് മുകളിൽ റൈസ് ഇട്ട് നെയ്യ് വിതറി, വീണ്ടും കുറച്ച് മസാലയിട്ട് അതിന് മുകളിൽ റൈസ് ഇട്ട് നെയ്യ് വിതറി, തീരുന്നത് വരെ ലെയർ ഇതേ രീതിയിലിട്ട് ദം വയ്ക്കാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ലെയർ ഇടുന്നതിനിടയ്ക്ക് ഗീ ഇടുന്നതോടൊപ്പം മല്ലിയിലയോ പുതിനയിലയോ ചെറുതായി അരിഞ്ഞത് വിതറി കൊടുക്കാവുന്നതാണ്. സ്റ്റീം ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ നന്നായി കവർ ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ 5 മുതൽ 8 മിനിറ്റ് വരെ ദം ചെയ്യണം. വറുത്ത സവാളയും നട്ട്സും മധുരത്തിനായി ചെറിയോ പൈനാപ്പിളോ വിതറി നല്ല ചൂടോടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പാം. ദം ബിരിയാണിയുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ വളരെ ഈസിയായി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.